ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പോവാ അപ്പം ഞങ്ങൾ ഇന്ന് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. ചേട്ടാ ഫ്രീ കിട്ടിയ കൊണ്ടുപോകുന്നില്ലെന്ന് ഷർട്ടിൻ്റെ. ഞങ്ങൾ പോയിട്ട് വരട്ടെ. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി കൂട്ടുകാരെ. ഇന്നലെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. അപ്പോൾ എന്താണ് കൂട്ടുകാരെ, പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടില്ല. വീഡിയോ ഇടാനും വീഡിയോ എടുക്കാനൊന്നൊരു പറ്റിയൊരിത് അവസ്ഥയില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ഒത്തിരി ലെന്തല്ലല്ലോ ഒത്തിരി താമസം വന്നത്. ഇതേപോലെ തന്നെ വൈകിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ വരെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇട്ട് ഇതിനെ യൂട്യൂബിലോട്ട് ആക്കിയില്ല. ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ റേഞ്ച് കുറവാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ രാത്രി 1:30 കഴിഞ്ഞ് 1 മണിയൊക്കെ ആയെന്ന് തോന്നി ഇറങ്ങിയപ്പോൾ. 1 മണിയാണെന്ന് 12:30 അങ്ങോട്ടായി ഇറങ്ങിയപ്പോൾ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എത്ര മണിയായി ചേട്ടാ? രാത്രിയിൽ 1 മണിയാറ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ റേഞ്ച് കിട്ടിയത്. പിന്നെയാണ് വീഡിയോ അപ്ലോഡ് ആയത്. അപ്പോൾ അതാണ് അന്ന് വീഡിയോ ഇടാൻ താമസിച്ചത്. പിന്നെ ഇന്നലെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിരുന്നില്ല, അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാണ്. പറയുന്നുണ്ട് അങ്ങനെ. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? ഇങ്ങനെ മഴയൊന്നും ഇപ്പം ഇല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മഴയാവുമോ എന്തോ അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് വ്യാഴാഴ്ചയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയതിൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ 2-3 ദിവസത്തായിട്ടുള്ള വീഡിയോസാണ് കൂട്ടുകാരെ നമുക്ക് വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ എൻ്റെ കൂട്ടുകാരെ എന്നോട് ക്ഷമിക്കണേ. ഇങ്ങോട്ടോട്ട് അപ്പുറത്തോട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ അങ്ങനെ റോഡ്. ഒരു അമ്പലം കണ്ടോ? നമ്മുടെ മലത് നടുവത്ത് പാറ മലന്ന ദേവൻ നട. നമ്മളിവിടെ നേരത്തെ വന്നിട്ടുണ്ട് ഇല്ലേ ചേട്ടാ? ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ. അപ്പം നമ്മൾ അറിയുന്നില്ല നമുക്കിവിടെ ഒരു ബന്ധു ഉണ്ടെന്നുള്ള കാര്യം ഇവിടെയാണ് അറിയുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, ഏട്ടനുണ്ട്, അമ്മയുണ്ട്, നാത്തൂനുണ്ട്. ഞങ്ങൾ ഇത്രയൊക്കെ ഇപ്പോൾ കേട്ടോ. ഞങ്ങളുടെ ബന്ധക്കാരുള്ളിടത്തല്ലേ ഇതുപോലെ പാറയും പാറമടയൊക്കെ കാണും. ഏത് മലയാണോ എന്തോ, ഇത് വിടവാണോ ഒന്നറിയാൻ വയ്യേ. അന്നേരം രസമുണ്ട് കാണാൻ സ്ഥലങ്ങളൊക്കെ. നല്ല മല. അയ്യോ, ഇതൊക്കെ പാറ. ദേ പാറ. ഇവിടെ എന്തിരിക്കട്ടാ? പക്ഷെ സ്ഥലങ്ങൾ കാണാൻ നല്ല രസമുണ്ട് കൂട്ടുകാരെ കേട്ടോ. കണ്ടോ? അപ്പോൾ അവിടെ നമ്മുടെ ചേട്ടൻ്റെ കൊച്ചച്ഛൻ്റെ വീടായിരുന്നു. അവിടെ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് തിരുവല്ല ചക്കുളത്തമ്പലത്തിൻ്റെ അവിടെ ഒരു ബന്ധു വീട്ടിൽ പോകണമായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അല്ലല്ലോ, ഫ്രണ്ട് അവിടെ അല്ലേ?
നമ്മുടെ ചക്രത്തമ്പലത്തിൻ്റെ കാണാൻ. അമ്പലത്തിൻ്റെ അടുത്തൂടെയുള്ള റോഡിൽ കൂടെ എല്ലാം വെള്ളമായതുകൊണ്ട് ഓട്ടോ വരില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നാണ് അവരുടെ വീട്ടിൽ പോയത്. അവിടെ പോയിട്ട് പിന്നെ രാത്രി ഞങ്ങൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു പോരുന്നു, നമ്മുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പോക്കുകളും കാരണങ്ങളും കൊണ്ടാണ് കൂട്ടുകാരെ എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ വെള്ളിയാഴ്ച രാവിലെ ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞുള്ള വീഡിയോസും കാര്യങ്ങളുമാണ്. അങ്ങനെ നമ്മൾ എത്തിയില്ല. ചേച്ചി വന്നില്ല, ചേച്ചി താമസിച്ച് വരത്തുള്ളൂ. ഞാൻ വന്നു, എന്താ പറഞ്ഞു, ബാക്കി ജോലികളൊക്കെ ചെയ്യട്ടെ. എല്ലാം കിടക്കുന്നത് ലൈറ്റ് ഇട്ടിട്ട് കറണ്ട് ഇല്ല. ഉണ്ടല്ലോ, ലൈറ്റ് ഉണ്ട്. പണി കിടക്കുക. ഇത് ഇന്നത്തെ വീഡിയോ ആണ് കൂട്ടുകാരെ. നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ച കൂണാണ് കൂട്ടുകാർ. ഇന്നലെ ഇതുപോലെ കുറച്ച് കിട്ടി, അതൊക്കെ ഞങ്ങൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കി. അങ്ങനെയല്ല എൻ്റെ മരുമോള്, അവള് കൂണ് ഭ്രാന്തിയാ. എത്ര എണ്ണം കിട്ടി? ഇന്നലെ ഒത്തിരി ഉണ്ടായിരുന്നു, 4 ഇടം കിട്ടി ചെറുത്. ഞാൻ കൊണ്ടുവന്ന് നമ്മുടെ തോട്ടിൽ ഇട്ട് കഴുകുക. വലിയ ഇഷ്ടമാണ് കൂണൊക്കെ. നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ കിട്ടിയേ കേട്ടോ. എൻ്റെ ഇവിടെ നിന്നൊക്കെയാണ് കുഞ്ഞ് പറിച്ച് കഴിഞ്ഞപ്പോഴവളെന്നോട് പറഞ്ഞു, വേണ്ട അയക്കത്തടി ഒരെണ്ണം. തൊണ്ട അടച്ചിരിക്കുക. ഞാൻ ഈ ചെമ്പരത്തിയുടെ പ്രകൃതിയിലുണ്ട്. ഇവിടൊക്കെ ഇന്നലെ ഉണ്ടായത് നീളമുണ്ട്. ഇന്നലെ കുറച്ച് കൂട് കണ്ടോ. ഇന്നലെ അവളിവിടെ കൂട് പറിച്ച് ഇത്ര എടുത്ത പുല്ലും കൂടെ അങ്ങ് അറുത്തു. കൂടുണ്ടോന്ന് നോക്കാനാന്നും പറഞ്ഞുകൊണ്ട് ഇത്ര എടുത്ത്. നിന്റെ കീഴിലെങ്ങാനും ഉണ്ടോ? ഇപ്പൊ കൂട് ഭ്രാന്തിയാ. അവിടെ അച്ഛനും അതേ ഗുണമാ. കൂടൊക്കെ വലിയ ഇട്ടവാ, ഇങ്ങനെ നടന്ന് മറക്കിക്കോളും. പിന്നെ ഈ തെങ്ങും തോപ്പിലൊക്കെ ഉണ്ട്, ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അന്നേരമൊക്കെ അങ്ങ് പോകുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ പറ്റി. ഇന്ന് പിന്നെ നമുക്ക് എങ്ങും പോകണ്ടാത്തതുകൊണ്ട് സമയമുണ്ട്, അതുകൊണ്ട് ഇന്ന് വീഡിയോ എടുത്ത് പറ്റിയ. കുഞ്ഞ് പോയതുപോലെ എന്നും രാവിലെയൊക്കെ അവൾ പറഞ്ഞുള്ളതെന്നുള്ളി പറിച്ചു. തൊണ്ട അടച്ചിരിക്കുമോ കൂട്ടുകാരെ? നമ്മൾ 2 ദിവസം വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ അതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ നമുക്ക് സമയങ്ങളും കാര്യങ്ങളും ഒന്നും ഒത്തുകിട്ടില്ല, വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ. അപ്പോൾ അതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞ്. അതുപോലെ ഇപ്പോൾ തണുപ്പായപ്പോൾ രാവിലെ വേണ്ടുമ്പോൾ അങ്ങ് തൊണ്ട അടച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, മാറി. അതുകൊണ്ടൊക്കെ 2 ദിവസം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കൂട്ടുകാരെ. നമുക്ക് വീഡിയോസ് നോക്കാനും കൂട്ടുകാർ വീഡിയോസ് നോക്കാനും ഒന്നും സമയം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനെന്താണ് ഒരെണ്ണം വേദിക്കുന്നു. തൊണ്ടയൊന്നും അടച്ചടിച്ചടിച്ച് അതൊക്കെ നോക്കി തപ്പി പറക്കിയെടുക്കും. പോച്ചയും കാട് വേണ്ട കാണത്തേയില്ല. പല്ലിന് വേദന അതിൻ്റെ ഇത് വന്നില്ല. പോച്ചക്കൊക്കെ ഉണ്ടായിരിക്കും, എങ്ങനെയാണ്? ഇവിടൊക്കെ ഉണ്ടാവുന്നതായിരുന്നു കൂണ്. ഞാനൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതൊന്നും ഞാൻ പറിച്ചില്ല, കൊച്ചിന് ജോലിക്ക് പോകുന്നുണ്ട്, അവൾക്കൊന്നും സമയമില്ല. അപ്പോൾ അവളും അതുകൊണ്ട് പറിക്കാൻ നിന്നില്ല. കാണുമ്പം പറിച്ചു കൊണ്ടുവന്ന്
വെള്ളത്തിലിട്ട് വെച്ചേക്കും. ഇനി അവൾക്ക് ഇന്ന് പോകുന്നില്ല അവൾ, അതുകൊണ്ട് ഇന്ന് നമുക്കിങ്ങനെ ഒക്കെ പറ്റിയത്. ഒരെണ്ണം കിട്ടിയടി.